കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീക ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീകമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ പരിജ്ഞാനം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. നമ്മൾ ഒരു ബാല്യകാലം, ഒരു ശൈശവകാലത്ത് നിന്ന് നമ്മളൊരു ക്രിസ്തുവിൻ്റെ അനുഗാമിയായി മാറുന്ന ക്രൈസ്റ്റ് അലോൺ, എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന യേശുക്രിസ്തു എന്ന ഒറ്റ ആളിലേക്ക് എൻ്റെ സ്പിരിച്വാലിറ്റി മുഴുവൻ എത്തുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ മതം തീർത്തും ഇല്ലാതാവുകയും നമ്മൾ യേശുക്രിസ്തുവുമായുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ നമ്മുടെ യഥാർത്ഥ ആത്മീയതയായി മാറുകയും ചെയ്യുന്ന ഒരു പരിജ്ഞാനത്തിൻ്റെ തലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. സാധാരണ ആളുകൾ ഈ വിശ്വാസത്തിൽ വരുന്നവരും വളരെ ബേസിക്കായിട്ട് നമ്മുടെ ഈ ലോക ഭൂസംബന്ധമായ കാര്യങ്ങളിൽ സ്റ്റക്കായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശുശ്രൂഷകരും ഒത്തിരി പേരും ആ ഒരു തലത്തിൽ സ്റ്റക്കാണ്. കാരണം ഇവിടെ ഒത്തിരി ആദായമുണ്ട്. ഇവിടെ ഈ ആത്മീയത എന്ന് പറയുന്നത് വളരെ ആദായമുണ്ടാക്കുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് വളരെയധികം ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്റ്റക്കായി പോകുന്നത് നമുക്ക് കാണാം. എന്നാൽ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, നിങ്ങൾ ഈ പാലുകുടി നിർത്തിയിട്ട്, അതായത് സാധാരണ നമ്മൾ ഉപജീവന ചിന്തകളെ അതിജീവിച്ചിട്ട് അതിന് മുകളിൽ ക്രിസ്തുവിൻ്റെ ഒരു അടിസ്ഥാനം വീണാൽ അതിൻ്റെ മുകളിൽ ഇനി പരിജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് പോകണം. അപ്പോൾ ഒരു ക്രിസ്ത്യൻ യാത്രയെന്ന് പറയുന്നത് ഒത്തിരി ബാക്കിയുണ്ട്. നമ്മുടെ മുമ്പിൽ ഒത്തിരി യാത്ര അവശേഷിക്കുന്നുണ്ട്. പല ആൾക്കാരും വിചാരിക്കുന്നത് ആത്മീക വളർച്ച എന്ന് പറയുന്നത് കൂടുതൽ പ്രാർത്ഥിക്കുന്നു, കൂടുതൽ അന്യഭാഷ പറയുന്നു, കൂടുതൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ ദശാംശം. ഇതൊന്നും അല്ല വളർച്ചയെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ക്രിസ്തുവിന് അനുരൂപമായി മാറുന്ന ദൈവികമായ വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. ഇതാണ് നമ്മളെ മതത്തിൽ നിന്നും ആത്മീകതയിലേക്ക് രക്ഷിക്കുന്നത്. ഒരു മതം എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടാണ്. അതിനപ്പുറത്തേക്ക് ഒരു സ്പിരിച്വാലിറ്റി, ഒരു ക്രൈസ്റ്റ് സെൻട്രിക് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ പോകേണ്ടത് ആവശ്യമാണ്. കൊളോസി ലേഖനം വായിക്കുമ്പോൾ അവിടെ ഈ മതത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എഗെയിൻസ്റ്റ് എവറി റിലീജിയൻ, ഈവൻ ക്രിസ്ത്യൻ റിലീജിയൻ. അതായത് ചട്ടക്കൂടുകൾക്കകത്ത് ഒതുങ്ങുന്ന ഒരു മതമല്ല. യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് നമ്മുടെ ഫെയ്ത്തിന് ആധാരമായിരിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറെ ഒന്നിടാൻ ആർക്കും സാധിക്കില്ല. ക്രൈസ്റ്റ് ഈസ് അവർ ഫൗണ്ടേഷൻ, ഹീസ് ദ റോക്ക് ഓൺ വിച്ച് ദ ചർച്ച് ഈസ് ബിൽറ്റ്. അപ്പോൾ യേശു ക്രിസ്തു എന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ നീതിയും വിശുദ്ധിയും തേജസ്സും എല്ലാം. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ നമ്മുടെ എല്ലാ ജീവിതവും ഏകാഗ്രമാകുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ശരിക്കും സാങ്ക്ടിഫിക്കേഷനിലൂടെ അനുഭവിക്കുന്നത്. ക്രൈസ്റ്റ് എല്ലാമായി മാറുക. ഹി ഈസ് മൈ റൈച്ചസ്നെസ് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. അവൻ എൻ്റെ നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പും എല്ലാമായിട്ട് മാറുന്ന സാഹചര്യം. അതുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്ന അടിസ്ഥാനങ്ങൾ സാധാരണ നമ്മൾ ഇന്നത്തെ സഭകളിലൊന്നും അത്രയൊന്നും സൂക്ഷ്മമായി ഇടാത്ത അടിസ്ഥാനങ്ങളാണ്. എന്നാൽ ഇതിവിടെ അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന അടിസ്ഥാനമായിട്ട് പറയുന്നു. അതിനർത്ഥം നമ്മൾ അടിസ്ഥാനം ഇടാനും ഇനിയും വളരെ നാളുകൾ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ടെന്നാണ്. ഈ അടിസ്ഥാനങ്ങൾ ശരിയല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പരിജ്ഞാനത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ സംശയിക്കുകയാണ്, വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരാൾ സംശയിക്കുകയാണ്, ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വേദോസ്തി പറയുന്നുണ്ട്, അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുത്. ഇതെങ്ങനെയാണ് അവിശ്വാസവും ദുഷ്ടഹൃദയവുമാകുന്നത്? നമ്മൾ വിചാരിക്കുക അത് എളിമ കൊണ്ടല്ലേ, ഞാൻ നന്നായിട്ടില്ല എന്നുള്ള ബോധ്യം കൊണ്ടല്ലേ? അല്ല, അത് അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയമാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ ശരിയായിട്ടാണ് ഇനി സ്വർഗത്തിൽ പോകേണ്ടത്. അപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ളൊരു നിലവാരം ഉണ്ടാക്കാൻ പറ്റും. ഇതുവരെ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇനിയുള്ള എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഇനി സ്വർഗത്തിൽ പോകാനുള്ളൊരു നിലവാരത്തിൽ ജീവിക്കാൻ പോവുകയാണ്. ഇത് ക്രിസ്തുവിനെ ആശ്രയിക്കാത്ത
ദൈവത്തെ ആശ്രയിക്കാത്ത, ദൈവത്തിൻ്റെ കൃപയിൽ ട്രസ്റ്റ് ചെയ്യാത്ത ഒരു അവിശ്വാസമുള്ള, സ്വയനീതിയുള്ള ഒരു ദുഷ്ടഹൃദയം തന്നെയാണ് അങ്ങനെ പറയുന്നത്. അതായത് ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എപ്പോഴും എന്ത് ചെയ്യും? നമ്മുടെ സംശയത്തിനകത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അടിസ്ഥാനങ്ങളില്ലാത്തൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായാൽ, അതായത് ഏറ്റവും കാതലായ വിഷയങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവനെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചോ ഉള്ള ഉപദേശങ്ങളിൽ എവിടെയെങ്കിലും ഒരു അവിശ്വാസമോ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പരിജ്ഞാനത്തിലുള്ള ഓട്ടത്തെ ബാധിക്കുകയും നമ്മളെ സ്വയനീതിക്കാരാക്കി മാറ്റുകയും ഭയപ്പെടുന്നവരാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിജ്ഞാനത്തിലേക്ക് പോകുന്നതിന് വളരെയധികം ഉറപ്പായും നമ്മൾ സൂക്ഷ്മമായി ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം നമ്മുടെ അടിസ്ഥാനങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇന്നും അനേകം ആൾക്കാരും വലിയ യുദ്ധത്തിലാണ്, മറ്റുള്ളവരോടാണ് യുദ്ധം. പെന്തക്കോസ്റ്റ് ഗോളത്തിൽ നിങ്ങൾക്ക് കേൾക്കാം മറ്റുള്ളവരെ കുറ്റം പറയുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ചോദിക്കായിരിക്കും, ഞാൻ ഒത്തിരി കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വ്യക്തികളുടെ കുറ്റം ഒരിക്കലും പറയുന്നില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് സത്യവിശ്വാസത്തിന് വിരുദ്ധമായ ഉപദേശങ്ങൾ ആളുകളെ വഞ്ചിക്കുമ്പോൾ ആ ഉപദേശങ്ങൾ തുറന്നു കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മളൊരു സ്റ്റേജിൽ നിർത്തി അല്ലെങ്കിൽ ഒരു പരസ്യമായ ഒരു വേദിയിലിട്ട് കുറ്റം പറയുക എന്നുള്ളതല്ല. ഇന്ന് നമ്മൾ പലതരത്തിലുള്ള മ്ലേച്ഛതകൾ ഈ സഭകളിൽ കാണുന്നത് കൊണ്ട് ആ മ്ലേച്ഛതകളെ വിമർശിക്കുന്നത് വഴി ആത്മസന്തോഷം അനുഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ഷൻ അല്ലെങ്കിൽ അതിനുള്ള മത്സരങ്ങൾ, അതുപോലെ പണത്തിന് വേണ്ടിയുള്ള ഇതെല്ലാം നമ്മൾ ശരിയാണ്, ഇതെല്ലാം ഭയങ്കര തിന്മകൾ തന്നെയാണ്, ഇതെല്ലാം ക്രിസ്തുവിനെതിരാണ്. പക്ഷെ നമ്മൾ ഇതിൽ രസിക്കരുത്. അതായത് വേറൊരാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അതിൽ രസിക്കാൻ പാടില്ല. കാരണം നമ്മുടെ നീതി എന്ന് പറയുന്നത് ഇതിലൊന്നും ഒതുങ്ങുന്നതല്ല. നമ്മുടെ നീതി ഈവൻ മോഷ്ടിക്കാതിരുന്നാൽ ഞാൻ നീതിമാനാകുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ നീതിയിലോട്ട് എത്തണമെങ്കിൽ എത്രയോ പിന്നെയും പോകണം. ഒരു കടമ്പ മാത്രമേ അതാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരെ സൂക്ഷ്മമായി വിമർശിക്കുകയും അതിൽ നമ്മളൊരു ആത്മസന്തോഷം കണ്ടെത്തുകയും ഞാൻ ബെറ്റർ ആണെന്ന് തോന്നുകയും ചെയ്യുന്നിടത്ത് നമ്മുടെ താളം തെറ്റിക്കഴിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നീതി താണു വന്നു. ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക് നമ്മൾ റെവറൻസോടെ ഭയത്തോടെ നോക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ മാനുഷികമായൊരു നീതിയുടെ തലത്തിലേക്ക് എത്തുകയും അതൊരു പോരാട്ടമാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് അപകടകരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ക്രൈസ്റ്റ് എന്ന ഫൗണ്ടേഷൻ, അതിന് താഴെയുള്ള ഒരു നീതിയിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പാടില്ല. വേറെ അനീതി ആക്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലും ക്രിസ്തുവിൻ്റേതല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മളും പെർഫെക്റ്റ് അല്ല, തികഞ്ഞവരല്ല. നിയമലംഘനങ്ങൾ തെറ്റാണ്, നമ്മളതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയത്ത് തന്നെ അത് സംസാരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളും ക്രിസ്തുവിനെ പോലെയൊന്നും ആയിട്ടില്ല. പരിജ്ഞാനത്തിൻ്റെ ഒരു ഓട്ടത്തിൻ്റെ ഏതോ ഒരു കോർണറിലാണ് ഞാനും നിങ്ങളും എല്ലാം ഉള്ളത്. അതെന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും അടിസ്ഥാനങ്ങളിൽ ഉറപ്പുള്ളവരായിരിക്കണം. ഈ അടിസ്ഥാനം തെറ്റിപ്പോയാൽ നീതിമാൻ ഒരിക്കലും പരിജ്ഞാനത്തിൻ്റെ ഓട്ടം ഓടി തീർക്കാൻ സാധിക്കില്ല. കാരണം അവിടെ സ്വയനീതിയോ സെൽഫ് കണ്ടംനേഷനോ സെൽഫ് ലോത്തിങ് അല്ലെങ്കിൽ ഡൗട്ട്സ്, ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ ഇതിനകത്ത് കടന്നു വരുമെന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇവിടെ പറയുന്ന അടിസ്ഥാനങ്ങൾ, എബ്രായ ലേഖനത്തിൽ പറയുന്ന അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം. എന്താണ് ഈ നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം? ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മാനസാന്തരപ്പെടുന്നത് പാപപ്രവൃത്തികളിൽ നിന്ന് മാത്രമല്ല, ജീവനില്ലാത്ത എല്ലാ പ്രവൃത്തികളിൽ നിന്നുമാണ്. ഗുഡ് വർക്ക്സ് ബട്ട് നോ ലൈഫ്. ജീവനില്ലാത്ത പ്രവൃത്തികൾ, നിർജീവ പ്രവൃത്തികൾ. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമാണ്, പക്ഷെ അതിൽ ക്രിസ്തുവിൻ്റെ ജീവനില്ല. അത് അകത്തുനിന്നുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്നില്ല, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൽ നിന്ന് വരുന്നില്ല. അങ്ങനെയുള്ള അനേകം പ്രവൃത്തികൾ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ ഇടപാടുകളും ഓരോ ട്രാൻസാക്ഷൻസിലും യേശുക്രിസ്തു ഇല്ലാത്ത അനേകം നന്മ എന്ന് നമ്മൾ വിചാരിക്കുന്ന അനേകം കാര്യങ്ങൾ. ഉദാഹരണത്തിന്, എനിക്ക് ഏറ്റവും എന്നെ അടുത്ത കാലത്ത് വേദനിപ്പിച്ചിട്ടുള്ള ഒരു ചാരിറ്റി വർക്കാണ് ഈ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴേക്കും പിള്ളേർക്ക് ബാഗ്, പുസ്തകം, കുട വിതരണം എന്ന് പറയുന്ന ചാരിറ്റി വർക്ക്. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ നേരിട്ട് ഇത് കണ്ടിട്ടുണ്ട്. അവിടെ കാണുന്നൊരു ദയനീയമായൊരു കാഴ്ച എന്ന് പറയുന്നത്, ഈ ചാരിറ്റി വർക്ക് ചെയ്യുമ്പം കുറച്ച് പാവപ്പെട്ട കുട്ടികൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും പണക്കാരായ പിള്ളേർ അതിൻ്റെ സൈഡിലിരിക്കുക, അവരുടെ മാതാപിതാക്കൾ, പണമുള്ള മാതാപിതാക്കൾ കൊടുത്ത ദാനം സ്വീകരിക്കാൻ വേണ്ടി പണമില്ലാത്ത മാതാപിതാക്കളും അവരുടെ മക്കളും ദാരിദ്ര്യം നിന്ദിക്കപ്പെടുന്ന ആ ഒരു വേദിയിൽ നിന്നുകൊണ്ട് അവർ ഇത് ഏറ്റുവാങ്ങുന്ന പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ധനമുള്ള പിള്ളേർ അവരിരുന്ന് ആനന്ദിക്കും. കാരണം എൻ്റെ അപ്പന് സമ്പത്ത് കൊടുത്ത ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറയും.
എന്നാൽ പണമില്ലാതെ ഇത് വാങ്ങിക്കാൻ ഗതികേടിൽ വന്ന ഒരാളെ സംബന്ധിച്ച്, ആ കുഞ്ഞിനെ സംബന്ധിച്ച് അത് അവൻ്റെ ദാരിദ്ര്യം പരിഹസിക്കപ്പെടുകയാണ്. അത് ആ കുട്ടിയോടുള്ള സ്നേഹമാകുമായിരുന്നു. ആരും അറിയാതെ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കയ്യിൽ ആ ബാഗോ കുടയോ പുസ്തകമോ ഏൽപ്പിച്ചിട്ട് മക്കൾക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പോരുമായിരുന്നെങ്കിൽ അത് ഭയങ്കര സ്നേഹമായിരുന്നേ. ആ സ്നേഹത്തിൽ നിന്ന് പുറപ്പെടാത്ത, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, സ്നേഹത്തിൽ നിന്ന് പുറപ്പെടാത്ത പെർഫോമൻസിന് വേണ്ടിയുള്ള, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും അത് ദൈവത്തിന് പ്രസാദമുള്ളതല്ല, നിർജീവമാണ്. നമ്മൾ ദീർഘമായി പ്രാർത്ഥിക്കുന്നത്, നമ്മൾ പലപ്പോഴും ആത്മീയതയുടെ പല വേഷങ്ങൾ കെട്ടുന്നത്, ഇതെല്ലാം നമ്മൾ അനുദപിക്കേണ്ട പാപങ്ങൾ തന്നെയാണ്. നമ്മൾ നീതിമാന്മാരെന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ വിമർശിക്കുന്നത്, പാപികളെ പരിഹസിക്കുന്നത്, അവരെ രക്ഷിക്കുവാൻ പരിശ്രമിക്കാതെ പരിഹസിക്കുന്നത്, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർജീവ പ്രവൃത്തികളാണ്. യേശുക്രിസ്തു ഒരിക്കലും പാപികളെ കളിയാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. യേശു കർത്താവ് കളിയാക്കുന്നതും അല്ലെങ്കിൽ കളിയാക്കുന്നതല്ല, വിമർശിക്കുന്നത് എപ്പോഴും പ്രസംഗിക്കുകയും എന്നാൽ കപടഭക്തി കാണിക്കുകയും ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ്. ഈ കപടഭക്തി കാണിക്കുന്ന ആളുകൾ, അതായത് ശരിക്കും വിശ്വാസത്തിൽ കർത്താവിനെ അനുഗമിക്കാത്തവർ, ആ വിശ്വാസം ഉണ്ടെന്ന് ഉള്ള വേഷം ധരിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിർജീവ പ്രവൃത്തികളാണ്, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാത്ത പ്രവൃത്തികളാണ്. ക്രിസ്തുവിലൂടെ അല്ലാത്ത എല്ലാ പ്രവൃത്തികളും നിർജീവമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ശരിക്കും നമ്മളിൽ നിന്ന് തന്നെയാണ് മാനസാന്തരപ്പെടുന്നത്, നമ്മുടെ എല്ലാ പ്രവൃത്തികളിൽ നിന്നുമാണ്. ഞാൻ പറയുന്നത്, കർത്താവെ, ഐ എം ടേണിങ് എവേ ഫ്രം മൈസെൽഫ് ആൻഡ് ടേണിങ് ടു ക്രൈസ്റ്റ്. കർത്താവെ, ഞാൻ എന്നിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ഞാൻ ക്രിസ്തുവിലേക്ക് നോക്കുന്നു, അവൻ്റെ പെർഫെക്ഷനിലേക്ക് നോക്കുന്നു, വേറെ ഒന്നിലും ഞാൻ തൃപ്തനാകുന്നില്ല. അതുകൊണ്ട് ജീവൻ്റെ ഫലം എന്നിൽ നിന്ന് പുറപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഒത്തിരി നിർജീവ പ്രവൃത്തികളാൽ നമ്മുടെ ക്രിസ്തീയ ലോകം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ച് അനുതാപമല്ല, അഭിമാനമാണ് ഇന്ന് തോന്നുന്നതെന്നുള്ളത് കൊണ്ട് അതിന് മുകളിലേക്ക് വരുവാനുള്ളൊരു ക്ഷമത മനുഷ്യർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് നമ്മൾ കാണുന്ന ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിങ്കലെ വിശ്വാസം എന്നുള്ളതാണ്. ഈ അടിസ്ഥാനങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് പരിജ്ഞാനത്തിലേക്ക് യാത്ര ചെയ്യുവാൻ, ക്രിസ്തുവിൻ്റെ ആ പെർഫെക്റ്റ് സ്പിരിച്വാലിറ്റിയിലേക്കും പെർഫെക്റ്റ് ഹ്യൂമാനിറ്റിയിലേക്കും യാത്ര ചെയ്യുവാൻ, യഥാർത്ഥ രക്ഷയുടെ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഈ ഫൗണ്ടേഷൻസ് എല്ലാം കറക്റ്റായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സഭയിലും കൂട്ടായ്മയിലും അതുപോലെ ഈ പ്രസംഗങ്ങളിലെല്ലാം ദ റൈറ്റ് ഡോക്ട്രിൻ ആണ് എത്തുന്നത്. അത് വേദപുസ്തകത്തിന് ശരിയായ വ്യാഖ്യാനമാണ് എത്തുന്നത് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. അതല്ലാതെ പുറമേയുള്ള കുറച്ച് ആത്മീക അനുഭവങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ആഴമുള്ളൊരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വചനത്തിൽ നമ്മൾ ആഴമായി മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മുടെ അടിസ്ഥാനങ്ങൾ അപ്പോസ്തലികമാണ്, അപ്പോസ്തലന്മാരിട്ട അതേ അടിസ്ഥാനം തന്നെയാണ് നമുക്കുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അടുത്തത് ദൈവത്തിങ്കലെ വിശ്വാസമാണ്. ഈ ദൈവത്തിങ്കലെ വിശ്വാസം എന്ന് പറയുന്നത് ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഈ എബ്രായ ലേഖനത്തിൽ അത് കൂടുതൽ ആഴമായി പറയുന്നുണ്ട്. നമ്മൾ എബ്രായ ലേഖനത്തെക്കുറിച്ച് വാക്യം പ്രതിവാക്യം പഠനം ഓൾറെഡി ഇവിടെ ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. എങ്കിലും ഇവിടെ ഈ ദൈവത്തിങ്കലെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രക്ഷയ്ക്കായി നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തെയാണ്, നമ്മളെയല്ല. പല ആളുകളും ചിന്തിക്കുന്നത് ഞാനാണ് ഇനി നന്നാകേണ്ടത്, ഞാൻ നന്നായി സ്വർഗത്തിൽ പോകാം എന്നാണ്. എന്നാൽ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം ദൈവമാണ് നമ്മളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ ആൾ. എബ്രഹാമിൻ്റെ അവസ്ഥയാണ് നമുക്കും. എബ്രഹാമിന് സന്തതികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ എബ്രഹാം അവനിലേക്ക് നോക്കിയപ്പോൾ ഒന്നുമില്ല എന്ന് കണ്ടെത്തുകയും എനിക്കൊരു സന്തതി ഉണ്ടാകാനുള്ളതൊന്നുമില്ല, എൻ്റെ ഭാര്യയും മൃതപ്രായമായിരിക്കുന്നു, എനിക്കിങ്ങനെ ഇനി എങ്ങനൊരു സന്തതി ഉണ്ടാകും എന്ന് എബ്രഹാം ചിന്തിച്ച പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ശരീരത്തെ നോക്കിയിട്ട്, എൻ്റെ പ്രാണനെ നോക്കിയിട്ട് സ്വർഗത്തിൽ പോകാൻ മാത്രമുള്ള നീതി ഈ ശരീരത്തിൽ എങ്ങനെ ഉണ്ടാകും എന്ന് എബ്രഹാം ചിന്തിച്ചതുപോലെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നിട്ട് ഞാൻ എബ്രഹാം വിശ്വസിച്ചതുപോലെ തന്നെ വിശ്വസിക്കുകയാണ്. വാഗ്ദത്തം ചെയ്ത ഒരാളുണ്ട്, അവൻ്റെ ആണ വന്നിട്ടുണ്ട്, അവൻ്റെ ആണ എൻ്റെ മേലുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കും എന്നുള്ള വാഗ്ദത്തം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരെല്ലാം യേശുക്രിസ്തു വിശ്വസിക്കുന്നോ അവരൊന്നും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ള എൻ്റെ വിശ്വാസം എൻ്റെ കഴിവിന്മേലോ നാളെ ഞാൻ നല്ലതുപോലെ ഓടും എന്നുള്ള എൻ്റെ കോൺഫിഡൻസിന്മേലോ അല്ല, എന്നെ രക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിങ്കലാണ്. ഇന്ന് പലരുടെയും വിശ്വാസം അവനവനിലാണ്. ഞാൻ നന്നാകും, ഞാൻ ഓടിയെത്തി എന്തോ ക്ലെയിം ചെയ്യുന്നത് പോലെയാണ് രക്ഷയെക്കുറിച്ച് പല ആളുകളും പറയുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്ന രക്ഷ അങ്ങനെയല്ല. നമ്മെ അവൻ സൗജന്യമായ അവൻ്റെ കൃപാധനപ്രകാരം വിശ്വാസമെന്ന വഴിയിലൂടെ നമ്മെ നിത്യമായി രക്ഷിച്ചു എന്നുള്ളത്
നമ്മുടെ യാതൊരു പ്രവൃത്തികളെയും ആശ്രയിച്ചല്ല. അപ്പം എൻ്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചും മാത്രമാണ്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ദൈവത്തിങ്കലെ വിശ്വാസം. ഈ വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. നമ്മൾ വിശദമായിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. എന്താണ് ആശിക്കുന്നത്? മോഹിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് വിശ്വാസത്തിൻ്റെ ഘടകമായിട്ട് വരുന്നത്. നിങ്ങൾ അത് ആഗ്രഹിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ചിലത് നടക്കുന്നു, ചിലത് നടക്കുന്നില്ല. നടക്കാത്ത കാര്യങ്ങൾ പിന്നെയും എടുത്തു വെച്ച് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് ഇന്ന് വിശ്വാസം പ്രകടിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ശരിക്കുമുള്ള വിശ്വാസം പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ എന്നാണ്. എന്തിനു വേണ്ടിയാണോ നിങ്ങളുടെ പ്രത്യാശ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്, എന്തിനെല്ലാം വേണ്ടിയാണോ നിങ്ങൾക്ക് പ്രത്യാശ നൽകിയിരിക്കുന്നത്, ഏത് ദാനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തമാണോ ദൈവം നൽകിയിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ദൈവികമായ തേജസ്, സ്വർഗീയമായ ദാനങ്ങളെക്കുറിച്ചുള്ള ഉറപ്പാണ്. അപ്പോൾ പ്രത്യാശ എന്നതോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുവാനിരിക്കുന്ന തേജസ്സിനെക്കുറിച്ചുള്ള കാത്തിരിപ്പാണ്. ആ പ്രത്യാശയുടെ ഉറപ്പിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാണാത്ത കാര്യങ്ങൾ, നിത്യതയിൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന, ഓൾറെഡി നമുക്ക് വേണ്ടി നേടിയെടുത്തിരിക്കുന്ന ആ രക്ഷ എന്ന കാണാത്ത കാര്യം നമ്മൾ കണ്ടതുപോലെ അനുഭവിക്കുകയാണ് ഇവിടെ. ആ എവിഡൻസസ് ഓഫ് തിങ്സ് നോട്ട് സീൻ, കാണാത്ത കാര്യങ്ങളുടെ എവിഡൻസസ് ആണ് വിശ്വാസം എന്ന് പറയുന്നത്. അതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രാർത്ഥിച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ വിശ്വാസത്തെ ഒത്തിരി അധികം ഇന്ന് കാലത്ത് വഴിതെറ്റിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ട് ഒരാൾ പറഞ്ഞതുപോലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ്റെയും നമ്മുടെ എല്ലാം വൊക്കാബുലറി ഒന്നാണെങ്കിലും ഡിക്ഷണറി വേറെയാണ് എന്നൊരു പണ്ഡിതനൊരിക്കൽ പറയാനിടയായി. സാത്താനും പറയുന്ന രക്ഷ എന്നായിരിക്കാം, നമ്മളും പറയുന്ന രക്ഷ എന്നായിരിക്കും. സാത്താനും പറയുന്ന നീതി, നമ്മൾ നീതി. പക്ഷേ സാത്താൻ രക്ഷ എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലാണ്, നമ്മൾ രക്ഷ എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലാണ്. പാപമെന്ന് ഏത് വാക്കിനെക്കുറിച്ച് സാത്താൻ പറയുന്നത് അവൻ്റെ നിർവചനമാണ്. എന്നാൽ വേദപുസ്തകം നമുക്ക് തരുന്നത് നമ്മുടെ നിർവചനമാണ്. അനുഗ്രഹം എന്ന വാക്ക് എന്താണ് ശരിക്കുമുള്ള അനുഗ്രഹം? അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് പിതാവ് എന്നെ മകനെ എന്ന് വിളിക്കുന്നതാണ്. ആ പുത്രത്വത്തിൻ്റെ അവകാശം തരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ സാത്താൻ അനുഗ്രഹം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയല്ല. ഈ ലോകത്ത് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സമ്പത്തുകളുടെ ആ വിനിമയത്തിനകത്ത് നമ്മൾ പെട്ടുപോകുന്നതിനെയാണ് അവൻ അനുഗ്രഹം എന്ന് വിളിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ധനത്തിൻ്റെ വിതരണത്തെയാണ് അവൻ അനുഗ്രഹം എന്ന് വിളിക്കുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ സാത്താൻ ഉപയോഗിക്കുകയും. വിശ്വാസം, ശരിക്കും സാത്താൻ വിശ്വാസം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് കാര്യസാധ്യത്തിനും ഉപജീവനത്തിനും വേണ്ടിയുള്ള കാര്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന പ്രത്യാശയുടെ ഉറപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാം വാക്കുകൾ ഒന്നാണ്, പക്ഷേ ഡിക്ഷണറി വേറെയാണ്, അർത്ഥം വേറെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനേകം ആൾക്കാർ വാക്കുകൾ ഒന്നായതുകൊണ്ട് ഈ ദുരുപദേശം പറയുന്ന ശുശ്രൂഷകരാൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം മാനുഷികമായതും സാത്താന്യമായതും ഇന്ന് വളരെയധികം ഉച്ചായിസ്തരം വിളംബരം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റേത്, ദൈവത്തിനുള്ളത് വളരെ അപ്രസക്തമായി ഉള്ള രീതിയിൽ മാത്രമാണ് ഇന്ന് കേൾക്കുന്നത്. അപ്പോൾ ഈ അടിസ്ഥാനങ്ങൾ എത്ര പ്രധാനമാണ്. ദൈവത്തിങ്കലെ വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മുടെ നീതിയും വിശുദ്ധിയും നിത്യതയിലേക്കുള്ള യാത്രയെല്ലാം ഉറപ്പുവരുത്തുന്നത്. ഇതിനിടയിൽ സാത്താൻ്റെ ഡിക്ഷണറി എടുത്ത് വായിച്ചിട്ട് അനേകം ആൾക്കാരും ഇതിനെല്ലാം വേറൊരർത്ഥം കൊടുത്ത്, വിശ്വാസത്തിന് വേറൊരർത്ഥം, വചനത്തിന് വേറൊരർത്ഥം, ആത്മാവിന് വേറൊരർത്ഥം. ഇന്ന് ആത്മാവെന്ന് കേൾക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചല്ല നമ്മൾ കേൾക്കുന്നത്. ഇന്നൊരു ഫെനോമെനലായിട്ട് ആത്മാവിനെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഈ ഡിക്ഷണറിയിൽ ഉണ്ടാകുന്ന കറപ്ഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന അടുത്ത ഫൗണ്ടേഷൻ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശമാണ്. രണ്ട് സ്നാനങ്ങളെക്കുറിച്ച് മാത്രമാണ് വേദപുസ്തകം പറയുന്നത്. ഒന്ന് വെള്ളത്തിൽ നമ്മൾ കർത്താവിനെ സാക്ഷിക്കുന്ന സ്നാനവും, മറ്റൊന്ന് ആത്മാവ് നമ്മുടെ മേൽ വരുന്ന ആത്മസ്നാനവുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ചില ആൾക്കാർ ഇതിനിടയിൽ തീ കൊണ്ടുള്ള സ്നാനം എന്നും പറഞ്ഞൊരു കാര്യം ഇറക്കാറുണ്ട്. ഫയർ, നിങ്ങളിന്ന് ഫയർ എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഒരു ചൂട് വരാം. ഈ ഫയർ എന്ന് കേൾക്കുമ്പോൾ സൈക്കോളജിക്കലി ചൂട് വരുന്നത് സ്വാഭാവികമാണ്. ഈ ഫയർ ബാപ്റ്റിസം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ഒരിടത്തും വിശ്വാസിക്കായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ ഫയർ ബാപ്റ്റിസം എന്ന വിഷയം നമുക്ക് കാണാം. അവിടെ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, 11-ാം വാക്യത്തിൽ 3:11 പറയുന്നു, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു.
അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. അപ്പോൾ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, നമുക്ക് രണ്ടും വായിക്കാമായിരുന്നു, പരിശുദ്ധാത്മാവിലുള്ളതും തീയിലുള്ളതും വായിക്കാമായിരുന്നു. പക്ഷെ അടുത്ത വാക്യം പറയുന്നത്, വീശുമുറം അവൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരൊറ്റ മെസ്സേജിൽ തീ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് 2 പ്രാവശ്യം ഒരേ അർത്ഥത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് ഭാഷയുടെ നിയമം. ഒരേ അർത്ഥത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്പെസിഫിക് ആരോടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ കർത്താവിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് അവന് ന്യായവിധി നടത്താനുള്ള അവകാശമുണ്ടെന്നും ഗോതമ്പ് കളപ്പുരയിലേക്ക് മാറ്റിയ ശേഷം പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നത് പോലെ ഒരേ സമയത്ത് അവന് ന്യായവിധി നടത്താനും രക്ഷിക്കാനും അധികാരമുള്ള ദൈവമെന്നാണ് പറയുന്നത്. ഇത് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും നമുക്ക് കാണാവുന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതേ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ ഇത് വായിക്കുന്നത്. 3-ാം അധ്യായത്തിൽ തന്നെയാണ്. ഇവിടെ യോഹന്നാൻ തന്നെ പറയുന്നു, 16-ാം വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ എല്ലാവരുടെ ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അടുത്ത വാക്യം, അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ടിടത്തും ഒരേ രീതിയിൽ ഈ തീയെ അവിടെ ന്യായവിധിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഇതുപോലെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു വാക്യമുണ്ട്. അവിടെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അവിടെ 1-ാം അധ്യായത്തിൽ പറയുകയാണ്, 7-ാം വാക്യം, എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. അവിടെ തീ ഒഴിവാക്കി ന്യായവിധിയുടെ കാര്യം പറയുന്നില്ല, രക്ഷയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വീശുമുറത്തിൻ്റെ കാര്യവും പറയുന്നില്ല. മർക്കോസ് പറയുമ്പോൾ മർക്കോസ് ജീവനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. എന്നാൽ ആ ഭാഗം മാത്രമേ, യോഹന്നാൻ പറഞ്ഞതിൽ ആ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ മത്തായിയും ലൂക്കോസും അത് കോട്ട് ചെയ്യുമ്പോൾ ജീവൻ തരുന്നതിൻ്റെ കാര്യവും പതിരെടുത്ത് ചുട്ടുകളയുന്നതിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അതുകൊണ്ട് തീയിലും മുക്കുന്ന, അതേസമയത്ത് ജീവൻ ആത്മാവിലും തീയിലും മുക്കുന്ന, വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മാവിലും പതിരിനെ തീയിലും മുക്കിക്കളയുന്ന ദൈവത്തിൻ്റെ ന്യായം തീർക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ആണ്, അധികാരത്തെക്കുറിച്ചാണ് ഈ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്. അതിനകത്ത് ഈ അഗ്നിസ്നാനം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ വിശ്വാസികൾക്കുള്ളതാണ് എന്ന് അനേകം ആളുകൾ തെറ്റിദ്ധരിക്കുകയും ഫയർ ബാപ്റ്റിസവും അതൊക്കെ പറഞ്ഞ ആളുകൾ ഇഷ്ടം പോലെ ഫയർ എന്ന് പറഞ്ഞ് അവിടെ ചുറ്റും നടക്കുന്നുണ്ട്. ഈ ശരിക്കും വ്യാജം പ്രസംഗിക്കുകയും വ്യാജം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ അവരെ കാത്തിരിക്കുന്നത് ഈ ഫയർ ബാപ്റ്റിസം തന്നെയാണോ എന്ന് നമുക്ക് ശങ്കിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് അവൻ്റെ മരണത്തോട് പങ്കാളിയായിത്തീരുന്ന സ്നാനം, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ മരണത്തോട് പങ്കാളിയായിത്തീരുന്ന വെള്ളത്തിൽ അവനെ കൺഫസ് ചെയ്തുകൊണ്ട് മുങ്ങുന്ന സ്നാനം. മറ്റൊന്ന്, യേശു ക്രിസ്തുവിൻ്റെ അദൃശ്യ ശരീരത്തിൻ്റെ ഭാഗമാക്കി നമ്മളെ സംയോജിപ്പിക്കുന്ന, ഒരവയവമാക്കി നമ്മളെ സംയോജിപ്പിക്കുന്ന സ്നാനം. ലേഖനങ്ങളിൽ ഈ സ്നാനം, ആത്മസ്നാനം എന്ന വാക്ക് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ മാത്രമാണ് ഉള്ളത്. ജലത്തിലുള്ള സ്നാനം പല സ്ഥലത്ത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. എങ്കിലും ആത്മസ്നാനം എന്ന വാക്ക് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലാണ്. അവിടെ യേശു ക്രിസ്തു എന്ന തലയോട് ചേർന്ന് ഓരോരോ ഫങ്ഷൻസ് ഉള്ള അവയവങ്ങൾ കൂടിച്ചേർന്ന് ഒരു ശരീരമായി ഫങ്ഷൻ ചെയ്യുന്ന ആ ഓർഗാനിസം കോൾഡ് ദ ചർച്ച്, ആ ബോഡിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അടിസ്ഥാന വിഷയങ്ങളാണ്. നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം കൈവെപ്പ് എന്നുള്ളതാണ്. ഇന്ന് കൈവെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളിത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കൈവെപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ കീഴിൽ പോയി അയാൾ എന്തോ അഭിഷേകമുള്ള ആളാണ്, അയാൾക്ക് എന്തോ കഴിവുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളെ തല കൊണ്ടുവന്ന് ആളുകളുടെ കയ്യിലെ കീഴിൽ കൊണ്ട് വെക്കരുത്. വളരെയധികം മോശമായ അനുഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ശരിക്കും രക്ഷിക്കപ്പെട്ട ഒരാളല്ലെങ്കിൽ മറ്റ് ദുരാത്മാക്കളാൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഈ തലയിൽ കൈവച്ച് കഴിയുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ഒരാൾ, ഞാൻ സഹോദരനോ സഹോദരിയോ എന്ന് പോലും പറയുന്നില്ല, ഒരാളുടെ തലയിൽ ഒരു പാസ്റ്റർ കൈവച്ചു. അതോടുകൂടി അദ്ദേഹം ആ ആൾ പറയാൻ തുടങ്ങി, എൻ്റെ ഇപ്പോൾ കൂടെയുള്ള സ്പൗസ്, പാർട്ട്ണർ എൻ്റെ സ്വന്തം പാർട്ട്ണറല്ല, എനിക്ക് വേറൊരാളെയാണ് ദൈവം പാർട്ട്ണറായിട്ട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു മാനസിക രോഗത്തിൻ്റെ തലത്തിലേക്ക് പോകുന്ന ഈ അടുത്ത 1-2 സംഭവങ്ങൾ, അങ്ങനെ 2 സംഭവങ്ങൾ എക്സാക്ട്ലി ഞാൻ ഈ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ കേൾക്കാനിടയായി. നിങ്ങൾ പലവിധമായ കാര്യങ്ങൾക്ക് എക്സ്പോഷറിലായി പോകാതിരിക്കാൻ വേണ്ടി
നിങ്ങളുടെ തല കൊണ്ടൊന്നും ആരുടെയും കീഴിൽ വെക്കരുത്. ആർക്കും അങ്ങനെ തല കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. എന്നാൽ സഭയ്ക്ക് കൈവെപ്പിനാൽ ശുശ്രൂഷകരെ നിയോഗിക്കാനുള്ള അധികാരമുണ്ട്. ആ കൈവെക്കുന്നതിന് മുമ്പ് വളരെയധികം പ്രാർത്ഥിക്കുകയും ആലോചിക്കുകയും ദൈവനിയോഗം എന്തെന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മൾ തലയിൽ കൈവയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ തലയിൽ കൈവയ്ക്കുക എന്ന് പറയുന്നത് ഒരു മാജിക്കായിട്ട് പല ആൾക്കാരും അനുഷ്ഠിക്കുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൈവെപ്പ് എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷ നിയോഗമായിട്ടാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് മരിച്ചവരുടെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. ഇതെല്ലാം ഇന്ന് ഈ അടിസ്ഥാനങ്ങളെല്ലാം ഇന്ന് ഇളകി കിടക്കുകയാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത ഒത്തിരി ആൾക്കാർ ഇന്നുണ്ട്. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഭാവി നന്നാകണം, പിള്ളേർ നന്നാകണം, മരിച്ച് എഴുന്നേറ്റ് സ്വർഗത്തിൽ പോകുമോ അതൊന്നും അറിയത്തില്ല. ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ്. ഇന്ന് വിശ്വാസം, നിത്യതയെക്കുറിച്ച് പറയുന്ന പ്രസംഗങ്ങൾ വളരെയധികം കുറഞ്ഞു വരാനുള്ള കാരണം ഈ മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ള അടിസ്ഥാന കല്ല് ഇളകിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ നിത്യശിക്ഷാവിധി, എന്നേക്കുമായുള്ള ശിക്ഷാവിധിയിൽ അകപ്പെട്ട അവിശ്വാസികൾ, അതായത് ദുഷ്ടന്മാർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നിത്യശിക്ഷയിലേക്ക്, ആ ശിക്ഷാവിധി നിത്യമായൊരു ശിക്ഷാവിധി ഉണ്ട് എന്നുള്ളത് ഇതെല്ലാം ഫൗണ്ടേഷനിൽ വരേണ്ട കാര്യമാണ്. ഓരോ മനുഷ്യനും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഓരോ വിശ്വാസിയും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഉറപ്പുള്ളവരായി കൃത്യമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ഡോക്ടറൽ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പരിജ്ഞാനത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഇടറിപ്പോയാൽ നമുക്കൊരിക്കലും കർത്താവ് ഉദ്ദേശിക്കുന്ന നീതി, വിശുദ്ധി അങ്ങോട്ട് എത്തുവാൻ, സ്വയനീതി ഇല്ലാതെ യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനങ്ങളെ വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. എബ്രായ ലേഖനത്തിൻ്റെ തന്നെ 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ കേട്ടത് അതീവ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. കാരണം ഒഴുകിപ്പോകാനുള്ള വളരെയധികം സാഹചര്യങ്ങളുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കാത്തുകൊള്ളുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവ്, ഞങ്ങൾ ഒഴുകിപ്പോകാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഉറപ്പിക്കണമേ. തെറ്റായ ഉപദേശങ്ങളിൽ വീണു പോകാതിരിക്കാൻ സഹായിക്കണമേ. അങ്ങയുടെ പരിജ്ഞാനത്തിലേക്ക് വളരുന്ന ഉന്നതമായ വിളി അനുസരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ നാവ് കൊണ്ട്, ഞങ്ങളുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്താൻ സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.